സിദ്ധാർത്ഥിൻ്റെ മരണം ഏറെ നാളത്തെ പോരാട്ടത്തിനൊടുവിൽ CBI എത്തി. വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ CBI കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനും വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ എത്തിയേക്കും എന്നാണ് വിവരങ്ങൾ വരുന്നത്. അർജുൻ ചേരുന്നുണ്ട്. അർജുൻ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ സിദ്ധാർത്ഥിൻ്റെ പിതാവ് ജയപ്രകാശിന് വളരെയധികം സന്തോഷമുള്ള ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. കാരണം മകന് നീതി ലഭിക്കും, CBI വന്നിട്ടുണ്ട്. ഈ സർക്കാർ ഇടപെടലുകളൊന്നും തന്നെ കൃത്യമായിരുന്നില്ല, സർക്കാർ വഞ്ചിക്കുകയായിരുന്നു. ഈ CBI അന്വേഷണത്തിന് ഉത്തരവിറക്കിയിട്ട് പോലും അത് കൈമാറുന്നതിനുള്ള കാലതാമസം വരെ ഉണ്ടായി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും CBI ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുന്നു, കോളേജിൽ എത്തി, കഴിഞ്ഞ ദിവസം എത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ സന്ദർശിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് അതുമായിട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് രജനി. ഇന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെത്തും. അവിടെ സിറ്റിംഗ് നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല അവിടെയുള്ള അധ്യാപകരുടെയും അനധ്യാപകരുടെയും അടക്കം മൊഴികൾ എടുക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ CBI പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെത്തിയിരുന്നു. അതായത് സിദ്ധാർത്ഥനെ മർദ്ദിച്ച മുറിയും അത്തരത്തിൽ ശുചിമുറി അടക്കമുള്ളതും പരിശോധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഹോസ്റ്റൽ അടക്കം പരിശോധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിൽ തന്നെ CBIയുടെ FIRൽ ഒരു പ്രതിയുടെ കൂടി പേര് ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസിന്റെ FIRൽ 20 പ്രതികളാണുള്ളത്. എന്നാൽ CBI FIR ഇട്ടപ്പോൾ അതിൽ ഒരു പ്രതിയുടെ കൂടി പേരുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കുന്നു. എന്തിനാൽ തന്നെയും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ CBI വയനാട്ടിലേക്ക് എത്തുന്നത്. വയനാട്ടിലേക്ക് എത്തുന്നതിന് മുൻപേ തന്നെ CBIയുടെ ഉന്നത ഉദ്യോഗസ്ഥരെത്തി കണ്ണൂരിൽ നിന്നും കൽപ്പറ്റയുള്ള DYSPയുമായി ചർച്ച നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് വയനാട്ടിലേക്ക് CBI എത്തുകയും SP-യുമായി, അതായത് ജില്ലാ പോലീസ് മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തി അവരോട് കാര്യങ്ങൾ തിരക്കുകയും ചെയ്തു. തുടർന്ന് മലയാളത്തിലുള്ള രേഖകളായിരുന്നു പോലീസിന്റെ പക്കലുണ്ടായിരുന്നത്. അത് പിന്നീട് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തതിന് ശേഷമാണ് CBIക്ക് ആ രേഖകൾ നൽകിയിരിക്കുന്നത്. അതിനുശേഷമാണ് പിന്നീട് CBI തങ്ങളുടെ പ്രാഥമിക അന്വേഷണം തുടങ്ങിയത്. ഡൽഹിയിൽ നിന്നുള്ള സംഘമാണ് കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രാഥമിക അന്വേഷണം എന്നുള്ള നിലയ്ക്കാണ് ആ ഒരു അന്വേഷണം തുടങ്ങി വെച്ചിട്ടുള്ളത്. അതിനുശേഷമായിരിക്കും പിന്നീട് തെളിവ് ശേഖരണം അടക്കം ഉള്ളത് നടക്കുക. അതായത് ചോദ്യം ചെയ്യലടക്കം നടക്കുക ഇന്നു മുതലായിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കൂടി ഇവിടെ എത്തുന്നതോടെ ദേശീയ ശ്രദ്ധയിലേക്ക് വീണ്ടും സിദ്ധാർത്ഥിന്റെ മരണം എത്താനുള്ള ഒരു സാധ്യതയുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ച വന്നിരിക്കുന്നു. ആ വീഴ്ച പിതാവ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതായത് CBIക്ക് ഈ കേസ് കൈമാറുവാനുള്ള ഒരു കാലതാമസം, അത് വലിയ രീതിയിൽ ഈ കേസിനെ പിന്നോട്ടടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല CBIക്ക് പിന്നീട് കേസ് നൽകിയെങ്കിലും കൃത്യമായ രേഖകൾ നൽകിയില്ല എന്നത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ പിതാവിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ആ ഒരു ആരോപണങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം ഈ വിഷയത്തിൽ ഇടപെടുന്നത്. നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സിദ്ധാർത്ഥ് വീട്ടിലേക്ക് മടങ്ങിയ സിദ്ധാർത്ഥാണ്. ആ സിദ്ധാർത്ഥനെയാണ് പകുതി വഴിയിൽ വെച്ച് വിദ്യാർത്ഥികൾ തിരിച്ചു വിളിക്കുന്നത്. തിരിച്ചു വിളിച്ച ശേഷം ഹോസ്റ്റൽ മുറിയിൽ എത്തിക്കുന്നു. ഇടിമുറി അടക്കമുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഹോസ്റ്റൽ മുറി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള വലിയ പൈശാചികമായി ഈ സിദ്ധാർത്ഥിനെ മർദ്ദിച്ചു എന്നും അത്തരത്തിൽ FIRലടക്കം പറയുന്ന ഒരു സാഹചര്യമുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴും ആ തരത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് സിദ്ധാർത്ഥിന് വലിയ രീതിയിലുള്ള ഒരു ക്രൂരമായ മർദ്ദനമേറ്റിരിക്കുന്നു. മാത്രമല്ല സിദ്ധാർത്ഥിന്റെ വയറ്റിനുള്ളിൽ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടായിരുന്നില്ല. അതായത് 3 ദിവസം വെള്ളം പോലും കൊടുക്കാതെയാണ് ആ സിദ്ധാർത്ഥിനെ മർദ്ദിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലാണ് FIRലും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. പിന്നീട് ശുചിമുറിയിൽ തൂങ്ങി മരിക്കുന്ന സിദ്ധാർത്ഥിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പിന്നീടാണ് പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചത്. SFIയുടെ നേതാക്കൾ അടക്കമുള്ളവർ ഈ കേസിൽ പ്രതിയാകുന്നു. അത്തരത്തിൽ SFIയുടെ പ്രതിയായ ആളുകളെ സംരക്ഷിക്കുവാൻ CPM നേതാക്കൾ അടക്കം കൂട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് സിദ്ധാർത്ഥിന്റെ അച്ഛൻ തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് സിദ്ധാർത്ഥിന്റെ അച്ഛൻ CBIക്ക് ഈ കേസ് വിടുന്നതിലുള്ള കാലതാമസത്തെ
കുറിച്ച് ചോദിച്ചപ്പോൾ സിദ്ധാർത്ഥിന്റെ അച്ഛൻ പറഞ്ഞത് ഇപ്രകാരമാണ്. തനിക്ക് ആ സർക്കാരിനെ വിശ്വാസമില്ല, മാത്രമല്ല ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയനെ തനിക്ക് വിശ്വാസമില്ല, തന്നെ സർക്കാർ ചതിച്ചിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് പിതാവ് പറഞ്ഞിരുന്നത്. പിന്നീട് CBIക്ക് കേസ് വിട്ടുകഴിഞ്ഞപ്പോൾ ആ പിതാവ് ജനം ടിവിയോട് നമ്മളോട് തന്നെ പ്രതികരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. വളരെയധികം സന്തോഷമുണ്ട്, തനിക്ക് നീതി കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടെന്നടക്കം ഇത്തരത്തിൽ പിതാവ് പ്രതികരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തിനാ തന്നെയും കോടതി അടക്കം ഇടപെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ CBIയുടെ അന്വേഷണം ഇപ്പോൾ പൂക്കോട് വെറ്റിനറി ക്യാമ്പസിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് എത്തുന്ന മനുഷ്യാവകാശ കമ്മീഷൻ ഇവിടെ സിറ്റിംഗ് നടത്തുകയും മറ്റ് ചോദ്യം ചെയ്യലടക്കം മറ്റുള്ളവരുടെ മൊഴിയടക്കം എടുക്കുമെന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഇന്നും CBI സംഘം ഇവിടെ ഉണ്ടാകും. അതായത് ഒരു മാസത്തോളം കാലം CBI സംഘം ഇവിടെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 5 ദിവസം കോളേജിൽ താമസിച്ചായിരിക്കും കൂടുതൽ തെളിവെടുപ്പ് നടക്കുക, അത്തരത്തിൽ സിറ്റിംഗ് നടത്തുക. ആ രീതിയിലേക്ക് ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു കേസായി വീണ്ടും സിദ്ധാർത്ഥന്റെ മരണം മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം വലിയ രീതിയിലുള്ള ഒരു ദുരൂഹത ഈ മരണത്തിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ ദുരൂഹത ഈ മരണത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ യാതൊരു വിധത്തിലുള്ള നിലപാടും കേരള സർക്കാർ ഈ ഒരു കാര്യത്തിൽ എടുത്തിരുന്നില്ല. എന്നാൽ വലിയ രീതിയിലുള്ള സിദ്ധാർത്ഥന് നീതി വേണം, സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് നീതി വേണം എന്ന് തന്നെയാണ് പറയേണ്ടത്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇന്ന് വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ എത്തും. കോളേജിൽ പ്രാഥമിക പരിശോധന CBI പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒപ്പം CBIയുടെ FIRൽ കൂടുതൽ പ്രതികളുടെ പേര് ഉണ്ട് എന്നാണ് സൂചന. അതുപോലെ തന്നെ സിദ്ധാർത്ഥന്റെ പിതാവിൻ്റെ മൊഴിയും നാളെ CBI രേഖപ്പെടുത്തും. അർജുൻ PS ആണ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.